വടക്കേ മലബാറിലെ കാവുകളിലും പള്ളിയറകളിലും കെട്ടിയാടിക്കുന്ന ഏറ്റവും ജനപ്രിയമായ വൈഷ്ണവ തെയ്യമാണ് വിഷ്ണുമൂർത്തി അഥവാ പരദേവത. പാലന്തായിക്കണ്ണൻ എന്ന വിഷ്ണുഭക്തന്റെ കഥ പറയുന്ന ഈ തെയ്യം നരസിംഹമൂർത്തിയുടെ ഭാവത്തിലാണ് കെട്ടിയാടുന്നത്. അഗ്നിപ്രവേശമാണ് ഈ തെയ്യത്തിന്റെ പ്രധാന ആകർഷണം. മലയർ സമുദായത്തിൽപ്പെട്ടവരാണ് സാധാരണയായിട്ട് ഈ തെയ്യം കെട്ടിയാടുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തെ കുറുവാട്ട് കുറുപ്പിനാൽ കൊല ചെയ്യപ്പെട്ട മഹാവിഷ്ണു ഭക്തനായ പാലന്തായിക്കണ്ണൻ എന്ന തീയ യുവാവാണ് വിഷ്ണുമൂർത്തി തെയ്യമായി ആരാധിക്കപ്പെടുന്നത്. പാലന്തായിക്കണ്ണന്റെ മരണശേഷം കുറുപ്പിന്റെ തറവാട്ടിലുണ്ടായിരുന്ന അനർത്ഥങ്ങളെ തുടർന്ന് കണിയാന്റെ നിർദ്ദേശപ്രകാരം തെയ്യം കെട്ടിയാടാൻ തീരുമാനിക്കുകയായിരുന്നു. നരസിംഹരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന തെയ്യത്തിന് ചുവന്ന വേഷവിധാനങ്ങളും അതിശയിപ്പിക്കുന്ന വെളിച്ചപ്പാടുകളും ഉണ്ടാവും. ഒറ്റക്കോലമായി വയലുകളിൽ കെട്ടിയാടുമ്പോൾ തീയിലേക്ക് ചാടുന്ന അഗ്നിപ്രവേശം ചടങ്ങ് വളരെ പ്രസിദ്ധമാണ്. വീടുകളിലും പള്ളിയറകളിലും കെട്ടിയാടുമ്പോൾ നരസിംഹരൂപത്തിനാണ് പ്രാധാന്യം. കാസർകോട്ടെ പെരുമ്പട്ട പാടാർകുളങ്ങര ക്ഷേത്രത്തിലെ തെയ്യം ഇന്നും സമീപത്തെ ജുമാ മസ്ജിദ് സന്ദർശിച്ച് ആചാരങ്ങൾ നടത്താറുണ്ട്. വടക്കേ മലബാറിലെ മണിയാണി, തീയർ, നായർ സമുദായങ്ങളുടെ കാവുകളിൽ ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള സമയത്താണ് വിഷ്ണുമൂർത്തി തെയ്യം പ്രധാനമായും കെട്ടിയാടുന്നത്. വൈഷ്ണവ സങ്കല്പം പിൽക്കാലത്ത് ചാർത്തിക്കൊടുക്കപ്പെട്ട നായാട്ടുദേവനാണ് വിഷ്ണുമൂർത്തി. ആദ്യമായി വിഷ്ണുമൂർത്തി തെയ്യം കെട്ടിയത് പാലായി പെരേപ്പൻ എന്ന മലയനാണ് എന്നാണ് ഐതിഹ്യം. ഒറ്റക്കോലം എന്ന പേരിൽ വയൽ തെയ്യമായും വിഷ്ണുമൂർത്തി തെയ്യം കെട്ടിയാടാറുണ്ട്. അഗ്നിപ്രവേശമാണ് അവിടെ മുഖ്യം. വീടുകളിലും പള്ളിയറകളിലും കെട്ടിയാടുന്ന വിഷ്ണുമൂർത്തി തെയ്യത്തിന് അഗ്നിപ്രവേശത്തേക്കാൾ ഉഗ്രമൂർത്തിയായ നരസിംഹരൂപിക്കാണ് മുഖ്യം. വീടുകളിലും പള്ളിയറകളിലും കെട്ടിയാടിക്കുന്ന വിഷ്ണുമൂർത്തി തെയ്യം ഹിരണ്യവധവും നരസിംഹമൂർത്തിയുടെ പൊയ്മുഖവും പിന്നെ പേരിനു മാത്രം ചെറിയ തോതിൽ തീപ്രവേശവുമായി തെയ്യം അവസാനിക്കും. പ്രധാനമായും മലയ സമുദായക്കാർ കെട്ടിയാടിക്കുന്ന ഈ തെയ്യത്തിന് വെളിച്ചപ്പാടുകൾ നിർബന്ധമാണ്. കോലധാരി അധികം മുഖത്തെഴുത്തോ അത്യാധികമായ വേഷഭൂഷാദികളോ ഇല്ലാതെ തോറ്റം ചൊല്ലി ഉറഞ്ഞാടുന്ന കുളിച്ചാറ്റം എന്ന ചടങ്ങും തെയ്യത്തിൻ്റെ പുറപ്പാടിന് വളരെ മുമ്പായിട്ടുണ്ടാകും. ഐതിഹ്യപ്രകാരം വിഷ്ണുമൂർത്തിയുടെ ചരിത്രം നീലേശ്വരം ഗ്രാമത്തിൽ കാലികളെ മേച്ചു ജീവിച്ചിരുന്ന പാലന്തായിക്കണ്ണൻ എന്ന തീയർ സമുദായത്തിൽപ്പെട്ട അനാഥനായ ഒരു ഇടയബാലനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമസംരക്ഷകനും നാടുവാഴിയുമായ കുറുവാടൻ കുറുപ്പിൻ്റെ ദേശമാണവിടം. കരുത്തനും പ്രതാപിയും സമ്പന്നനുമാണ് കുറുവാടൻ കുറുപ്പ്. കുന്നും വയലുമായി ധാരാളം ഭൂമി സ്വത്തുണ്ട്. സൂത്രശാലിയായിരുന്ന കുറുപ്പ് നാട്ടുകാർക്ക് അയാളെ വളരെ ഭയമായിരുന്നു. എങ്കിലും നാട്ടിലെന്തെങ്കിലും തർക്കങ്ങളോ മറ്റോ ഉണ്ടായാൽ അത് ഒത്തുതീർപ്പാക്കാൻ നാട്ടുകാർ സമീപിക്കുന്നത് കുറുപ്പിനെയായിരുന്നു. മാമ്പഴങ്ങൾ പൊഴിയുന്ന ഒരു മേടമാസക്കാലത്ത് ഒരു സായാഹ്നത്തിൽ കുറുപ്പിൻ്റെ വീടിനടുത്തുകൂടി കന്നാലിക്കൂട്ടത്തെ മേയിച്ചു വന്ന പാലന്തായിക്കണ്ണൻ കുറുപ്പിൻ്റെ വീട്ടുമുറ്റത്ത് നിറയെ മാമ്പഴങ്ങളുള്ള ഒരു മാവ് കണ്ടു. കുറുപ്പ് അവിടെയില്ലെന്ന് മനസ്സിലാക്കിയ പാലന്തായിക്കണ്ണൻ തേന്മാവിൽ കയറി മാങ്ങകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. അതിനിടയിലാണ് ഒരു മാമ്പഴം കണ്ണൻ്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ താഴെ കുളി കഴിഞ്ഞ് പോകുകയായിരുന്ന കുറുപ്പിൻ്റെ അനന്തരവളുടെ ദേഹത്തേക്ക് വീണു. കണ്ണൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്നവൾ ആരോപിച്ചു. കണ്ണൻ തന്നെ അപമാനിച്ച വിവരം ഒന്നിനെട്ടുകൂട്ടി അവൾ അമ്മാവന്മാരോട് പറഞ്ഞു. കണ്ണൻ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും തന്നോടുള്ള കണ്ണൻ്റെ പെരുമാറ്റം പലപ്പോഴും അതിരുവിടാറുണ്ടെന്നും അവൾ കൂട്ടിച്ചേർത്തു. സംഭവമറിഞ്ഞ കുറുവാടൻ കുറുപ്പ് കലികൊണ്ട് തുള്ളി. എത്രയും വേഗം കണ്ണൻ്റെ തല വാൾത്തലയ്ക്ക് ഇരയാക്കുമെന്ന് കുറുപ്പ് അന്ത്യശാസനം പുറപ്പെടുവിച്ചു. നായർ ഭടന്മാരുടെ പാട്ട വിളംബരം കേട്ട് ഞെട്ടിയ പാലന്തായിക്കണ്ണൻ നീലേശ്വരൻ നാട്ടിൽ നിന്നും പലായനം ചെയ്തു. പിന്നീട് കുറുവാടൻ തറവാട്ടിലെ അനന്തരവൾക്ക് കണ്ണന് താൻ മൂലം സംഭവിച്ച ദയനീയ അവസ്ഥയിൽ അതിയായ അസ്വസ്ഥത തോന്നി. പശ്ചാത്താപം അവളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. നിരവധി ദിവസത്തെ അലച്ചിലിനൊടുവിൽ മംഗലാപുരത്തെത്തിയ പാലന്തായിക്കണ്ണൻ അവിടെയുള്ള ഒരു തീയർ തറവാട്ടിലെത്തി. അവിടുത്തെ വൃദ്ധയായ അമ്മ അവന് അഭയം നൽകി. കറകളഞ്ഞ വിഷ്ണുഭക്തയായിരുന്ന ആ സ്ത്രീ നിത്യവും തറവാട്ടിലെ പള്ളിയറയിൽ മഹാവിഷ്ണുവിന് വിളക്ക് വെക്കാറുണ്ടായിരുന്നു. പിന്നീട് വിളക്ക് വെക്കുന്ന ജോലി പാലന്തായിക്കണ്ണൻ ഏറ്റെടുത്തു. കാലം ഒരു വ്യാഴവട്ടം കഴിഞ്ഞപ്പോൾ പാലന്തായിക്കണ്ണന് ഒരു നാൾ ഒരു ഉൾവിളിയുണ്ടായി. നീലേശ്വരം നാട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹം. നീലേശ്വരത്തേക്ക് പോകാനുള്ള ആഗ്രഹം തറവാട്ടമ്മയായ ആ വൃദ്ധയായ സ്ത്രീയെ അറിയിച്ചപ്പോൾ അവർ പള്ളിയറയിൽ വെച്ച ഒരു പള്ളിവാളും പരിചയം കൊടുത്ത് കണ്ണനെ സന്തോഷത്തോടെയാണ് യാത്രയാക്കിയത്. അങ്ങനെ നീലേശ്വരം നാട്ടിലേക്ക് പുറപ്പെട്ട കണ്ണൻ
തന്നോട് കുറുപ്പിനുള്ള പഴയ കുടിപ്പകയെല്ലാം മഞ്ഞുരുകുന്ന പോലെ ഉരുകിത്തീർന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. കാസർഗോഡും കോട്ടച്ചേരിയും കഴിഞ്ഞ് അവൻ നീലേശ്വരത്തെത്തി. അവൻ്റെ മുഖത്ത് ആനന്ദത്തിൻ്റെ തിരയിളക്കം. താൻ പണ്ട് കുളിച്ചിരുന്ന താമരക്കുളം. നാട്ടുകാരിൽ പലരും അവനെ തിരിച്ചറിഞ്ഞു. പലരും കുശലം ചോദിച്ചു. അപ്പോഴേക്കും കാതോട് കാതറിഞ്ഞ് നാടുവാഴി കുറുവാടൻ കുറുപ്പ് കണ്ണൻ വന്ന വിവരമറിഞ്ഞു. കേട്ടപാടെ തൻ്റെ ഉറുമിയുമെടുത്ത് അയാൾ ചാടിയിറങ്ങി. ഇതൊന്നും അറിയാതെ പാലന്തായി കണ്ണൻ തൻ്റെ ബാല്യകാല സുഹൃത്തായ കനത്താടൻ മണിയാണിയുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാനായി താമരക്കുളത്തിലേക്ക് ഇറങ്ങിയ കണ്ണനെ കുളക്കരയിൽ ഒളിച്ചു നിന്നിരുന്ന കുറുപ്പ് ഉടനെ ഉറുമി വീശി കൊണ്ട് തലയറുത്തു. താമരക്കുളം ഒരു ചോരക്കുളമായി മാറി. ജനഹൃദയങ്ങളിൽ നിന്ന് ദയനീയമായൊരു ആരവമുയർന്നു. അവർ കണ്ണടച്ചു പിടിച്ചു. കുറുപ്പ് അത് നോക്കി പൊട്ടിച്ചിരിച്ചു. ഉറുമി കുളത്തിൽ നിന്നും കഴുകി. ഒരധ്യായം അവസാനിപ്പിച്ച ഗമയോടെ കുറുപ്പ് തറവാട്ടിലേക്ക് തിരിച്ചു നടന്നു. തറവാട്ടിൽ തിരിച്ചെത്തിയ കുറുപ്പ് തറവാട്ടിൽ ഓരോ തുറുനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. നാടുനീളെ പകർച്ചവ്യാധി പടർന്നു. കുറുപ്പിൻ്റെ കന്നുകാലികൾ ഒന്നൊഴിയാതെ ചത്തൊടുങ്ങി. കുറുപ്പിൻ്റെയും ബന്ധുജനങ്ങളുടെയും ഉറക്കം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. കരിനാഗങ്ങൾ ഇഴഞ്ഞു പോകുന്നു. കണ്ണടച്ചാൽ ഒരു ചുരികയും ഓലക്കുടയും ഉറഞ്ഞു തുള്ളുന്നു. പടിപ്പുരവാതിൽ തകർന്നു വീണു. കുറുപ്പ് ഞെട്ടിവിറച്ചു. മനസ്സിലെ ഭയം പത്തിവിടർത്തിയാടുന്നു. യുദ്ധക്കളത്തിൽ മുറിവേറ്റവരുടെ ജീവൻ പിടയുമ്പോഴും ധൈര്യസ്വരൂപം മുന്നോട്ടു പോയിരുന്ന പടനായകൻ ഇതാ തളർന്നിരിക്കുന്നു. ദുർനിമിത്തങ്ങൾക്ക് കാരണം അതുതന്നെ, കുറുപ്പ് ഉറപ്പിച്ചു. അയാൾ ഒരു ജ്യോതിഷിയെ വിളിച്ചു വരുത്തി പ്രശ്നം വയ്പ്പിച്ചു. കണ്ണൻ നിരപരാധിയാണ്, നിഷ്കളങ്കനാണ്. അവനെ തിരിച്ചറിയാതെ പോയതാണ് ആപത്തുകൾക്കാധാരം. വിഷ്ണുഭക്തനായ കണ്ണനെ വധിച്ചതിനാൽ ദൈവകോപമുണ്ടെന്നും ഉടനത് പരിഹരിച്ചില്ലെങ്കിൽ മുച്ചൂടും മുടിയുമെന്നും വെളിപ്പെട്ടു. തുടർന്ന് ചെയ്തുപോയ അപരാധത്തിന് മാപ്പായി കണ്ണന് ഒരു ദൈവകോലം കൽപ്പിച്ചു കെട്ടി സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിക്കുകയും ക്ഷമയാചിച്ച് അവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യണമെന്നായി. വീണ്ടും പ്രശ്നം വെച്ചപ്പോൾ ദൈവം സംപ്രീതനായെന്നും തെളിയുകയും ചെയ്തു. കുറുപ്പിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉടനെ തെയ്യക്കോലം കെട്ടിയാടിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി. ബഹുമാന പുരസ്കരം വണങ്ങി മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വിഷ്ണുമൂർത്തി തെയ്യം ഉണ്ടായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കഥയിലെ കുറുപ്പിനെ ഹിരണ്യകശിപുവായും കണ്ണനെ പ്രഹ്ലാദനായും ചിലർ സങ്കല്പിച്ചു വരുന്നുണ്ട്. കാരണം തെയ്യാട്ടത്തിനിടയിൽ നരസിംഹമൂർത്തിയായി വന്ന് ഹിരണ്യാസുരനെ വധിക്കുന്ന രംഗം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കൂടാതെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു മുഖാവരണമണിഞ്ഞ് നരസിംഹമൂർത്തിയെ അനുസ്മരിപ്പിക്കുന്നുമുണ്ട്. വടക്കേ മലബാറിൽ ഏതാണ്ട് 39ഓളം തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടിക്കാറുള്ളത്. അതിൽ ഓരോ തെയ്യത്തിൻ്റെ പിന്നിലും ഇതുപോലെ തോറ്റുപോയ മനുഷ്യരുടെ അല്ലെങ്കിൽ തോറ്റുപോയ മനുഷ്യർ ദൈവക്കരുവായ കഥ പറയാനുണ്ട്. ഓരോ തെയ്യത്തിനു പിന്നിലുമുള്ള ഐതിഹ്യം പരിശോധിച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതീയതയുടെയും അടിച്ചമർത്തലുകളുടെയും കഥകളാണ് പറയാനുള്ളത്. കതിവന്നൂർ വീരനായി മാറിയ മന്നപ്പനും വയനാട്ടുകുലവനും സ്വന്തം കൂടപ്പിറപ്പുകളാൽ കൊല്ല ചെയ്യപ്പെട്ട കടാങ്കോട്ടിൻ്റെ മാണിക്യം മാക്കവും മക്കളായ ചാത്തുവും ചീരുവും മാവിലോനും ഒക്കെ ഇതിൽപ്പെടും. ഈ കാണുന്ന വിഷ്ണുമൂർത്തി തെയ്യം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് മാത്തിൽ നാർക്കിൽ പൂവത്തിൻകീഴിൽ ശ്രീ നിലയറ ഭഗവതി ക്ഷേത്രത്തിൽ കെട്ടിയാടിച്ച തെയ്യമാണ്. നിലയറ ഭഗവതിയെ കൂടാതെ വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, കുണ്ടോർ ചാമുണ്ടി, പുലിക്കണ്ടൻ തുടങ്ങിയ തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടിക്കാറുള്ളത്. 5 മണിയാണി തറവാടുകളുടെ കുടുംബക്ഷേത്രം കൂടിയാണിത്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ നിലയറ ഭഗവതിയുടെയും ഉപദേവീദേവന്മാരുടെയും ആരുടത്തിന് മേൽക്കൂരയില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ ഇവിടുത്തെ നിലയറ ഭഗവതിയുടെ ആരുടം സ്ഥിതി ചെയ്യുന്നത് ഒരു പൂവത്തിൻ്റെ കീഴിലാണ്. അതിനാൽ തന്നെയാണ് ഇവിടുത്തെ ആ ഒരു പേരും ലഭിച്ചത്, പൂവത്തിൻ കീഴിൽ. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ മധ്യത്തിലായാണ് ഇതുപോലെ ഒരു പൂവത്തിന് കീഴിലാണ് നിലയറ ഭഗവതിയുടെ ആരുടം. അതുപോലെ വിഷ്ണുമൂർത്തിയുടെയും രക്തചാമുണ്ടിയുടെയും ആരുടം ഇതിൻ്റെ സമീപത്തു തന്നെയാണ്. പുറംകാവലിനായി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് മറ്റൊരു മതിൽക്കെട്ടിനുള്ളിലാണ് കുണ്ടോർ ചാമുണ്ടിയുടെ ആരുടം. കുണ്ടോർ ചാമുണ്ടി ഒരിക്കലും ഈ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിക്കാറുമില്ല. വൈകുന്നേരം 4 മണിയോടുകൂടി 3 തെയ്യക്കോലങ്ങളും ഈ കുളക്കടവിലെത്തി ആറാടിക്കൽ ചടങ്ങ് നടക്കുന്നതോടുകൂടി ഈ വർഷത്തെ തെയ്യ ഉത്സവാഘോഷ പരിപാടികൾക്ക്
സമാപനം കുറിക്കുകയാണ്. തെയ്യാട്ടവേദികളിൽ കോലധാരിയെ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കലാകാരന്മാരാണ് അസുരവാദ്യം എന്നറിയപ്പെടുന്ന ചെണ്ട കൊട്ടുന്ന കലാകാരന്മാർ. ഇവരുടെ താളത്തിനൊത്താണ് തെയ്യക്കോലങ്ങൾ ചുവടുവെക്കാറുള്ളത്.